എല്ലാവർക്കും നമസ്കാരം. 2025 ഒരു സമ്പൂർണ്ണ വർഷഫലമാണ് ഇതിലൂടെ പറയുന്നത്. ഇന്ന് ഗണിച്ചിരിക്കുന്ന രാശി കന്നിരാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ രാശിയിൽ വരുന്ന 3 നക്ഷത്രക്കാരുടെയും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ജോലി, കുടുംബം, ഭാഗ്യം, ഈ 6 മേഖലകളും പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് അത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ജന്മനക്ഷത്രപ്രകാരം ഇവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ പരിഹാര ക്രിയകളും ഇതിനോട് ചേർത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ കേവലം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്രമല്ല, വരും മാസങ്ങളിലും ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് അപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കി വേണ്ട പ്രതിവിധികൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശരി, ഏറ്റവും ആദ്യം പൊതുഫലം, അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് പറയാം. ഇന്നത്തെ രാശി കന്നിരാശി. ഈ രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ 2025 വർഷം എടുത്തു പറയേണ്ട 6 അനുഭവങ്ങൾ അവ യഥാക്രമം. അതിൽ ഒന്നാമത്തേത് ധനാഗമനം, 2 വാഹനയോഗം, 3 വിദേശയാത്ര, 4 ദാമ്പത്യപുഷ്ടി, 5 കർമ്മപുഷ്ടി, 6 ആരോഗ്യപുഷ്ടി. ഈ 6 ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായും കടന്നുപോയിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇനി നിങ്ങളുടെ നിത്യജീവിതത്തിലെ ആ 6 രംഗങ്ങളും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് നിങ്ങളുടെ ആരോഗ്യരംഗം. ഈ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തേ പറ്റൂ. പ്രത്യേകിച്ചും ഇതിൽ ഈ രക്തദൂഷ്യ രോഗങ്ങളായിട്ടുള്ള ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് ഭക്ഷണം ക്രമീകരിച്ചാൽ അത് വളരെ നന്നായിരിക്കും. അല്ലാത്ത പക്ഷം ചില അസ്വസ്ഥതകൾ വന്നുപെടാൻ യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ധനു, മകരം മാസങ്ങളിൽ നിങ്ങൾക്ക് ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം വന്നു ചേരും. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഈ സമയം നിങ്ങൾ തുടങ്ങി വയ്ക്കാൻ യോഗം കാണുന്നുണ്ട്. അതിനെ തുടർന്ന് മനസ്സിനും ശരീരത്തിനും നല്ല സ്വാസ്ഥ്യം അനുഭവിക്കാൻ തീർച്ചയായിട്ടും ഇടവരുന്നതാണ്. അതിനെ തുടർന്ന് വർഷ അവസാനം, അതായത് ഡിസംബർ മാസത്തോടു കൂടി മനസ്സിനും ശരീരത്തിനും ഉണ്ടായിരുന്ന സകല കേടുപാടുകളും തീർത്ത് ഒരു പരിപൂർണ ആരോഗ്യരംഗം നിങ്ങൾ വളർത്തിയെടുക്കുമെന്നാണ് കാണുന്നത്. അതോടുകൂടി മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ അത് വേണ്ടാന്ന് വയ്ക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിത്തീരും എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇതിന് നിങ്ങളെ പ്രാപ്തമാക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ ഈ കർക്കിടകം, ചിങ്ങം മാസങ്ങളിൽ ഇതുവരെ നിങ്ങൾ ശീലിക്കാത്ത സ്വാത്വിക ഭക്ഷണങ്ങളും അതോടൊപ്പം ആ ജീവിതശൈലിയും പരിശീലിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും അനുഭവപ്പെടും. അപ്പോൾ കൂടി ചുരുക്കി പറഞ്ഞാൽ വർഷത്തിൻ്റെ ആദ്യ കാൽഭാഗം ആരോഗ്യം അല്പം താഴോട്ട് പോയാലും പിന്നീട് അങ്ങോട്ട് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഇത്രയുമാണ് 2025 കന്നിരാശിക്കാരുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് വിവാഹം, കുടുംബം, ദാമ്പത്യം. കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവാഹ ബന്ധങ്ങളിൽ ചെന്നുപെടാൻ യോഗം കാണുന്നുണ്ട്. ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഓൾറെഡി ചില സ്നേഹബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവരെ തന്നെ ആകണമെന്നില്ല നിങ്ങൾ ജീവിത പങ്കാളിയാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ചില അവിശ്വസനീയമായിട്ടുള്ള രംഗങ്ങൾ നിങ്ങളുടെ ജീവിത മാർഗമധ്യേ, പ്രത്യേകിച്ചും ഈ ശുക്രൻ്റെ ദൃഷ്ടിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വന്നു ഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നിലവിലുള്ള കുടുംബാംഗങ്ങളല്ലാതെ ഒരു അതിഥി, അതും പുതുതായിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരാനുള്ള യോഗം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വിവാഹം അടക്കമുള്ള മറ്റു മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുന്നതാണ്. ഇനിയൊരു പക്ഷേ ഈ പറഞ്ഞ മംഗളകാര്യങ്ങൾ വീട്ടിൽ നടന്നില്ലെങ്കിൽ പോലും നിങ്ങളതിൽ പങ്കെടുക്കാനുള്ള നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾ ഈ ദമ്പതിമാരും ഒരുമിച്ച് വിനോദയാത്രയോ അല്ലെങ്കിൽ തീർത്ഥാടനമോ നടത്താനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്വഗൃഹം വിട്ട് അല്പകാലത്തേക്ക് മാറി താമസിക്കാൻ യോഗം കാണുന്നുണ്ട്. എന്നാൽ നവംബർ, ഡിസംബർ മാസങ്ങളിൽ നിങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും അതിനെ തുടർന്ന് വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ ഉപഹാരങ്ങൾ എല്ലാം നിങ്ങൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇത്രയുമാണ് 2025 കന്നിരാശിക്കാരുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി ഇവിടെ നിങ്ങൾക്ക് വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത്.
ഇനി അടുത്തത് വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം. ഈ 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ കന്നി രാശിക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാപുരോഗതി അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിനെ തുടർന്ന് ഗുരുജനങ്ങളുടെ അനുഗ്രഹ ആശംസകളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലയിൽ വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അനുഭവത്തിലേക്ക് വരുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇതിൽ ഈ അഗ്രികൾച്ചറൽ, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് എന്നീ വിഭാഗങ്ങൾ ചേർന്ന് പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയൊരു ജാലകം ഇതിലൂടെ വന്നു കിട്ടാനും യോഗം കാണുന്നുണ്ട്. അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങൾ കന്നിരാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ വളരെ വലിയ പുരോഗതി തീർച്ചയായിട്ടും ദൃശ്യമാകുന്നതാണ്. ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക രംഗം. ഈ കന്നിരാശിക്കാർക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള ആ സംരംഭങ്ങളെല്ലാം പുനരാരംഭിക്കാൻ ഒരു അപൂർവ അവസരം വന്നു കിട്ടാൻ തീർച്ചയായിട്ടും യോഗം കാണുന്നുണ്ട്. അതായത് ഇതിന് ചില ഉദാഹരണങ്ങൾ നോക്കിയാൽ, നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഏതെങ്കിലും പ്രോജക്റ്റ് വർക്കുകൾ അത് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാകാം. അല്ലെങ്കിൽ 2 അതിലധികമോ ആളുകളെ ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ, അതും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ നിങ്ങൾ പണ്ട് മാറ്റി നിർത്തിയ ആ പദ്ധതികളെല്ലാം വീണ്ടും പുനരാരംഭിക്കുന്നതാകാം. ഇനിയിപ്പോൾ ഇതും അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ അത് വീണ്ടും പുനരാരംഭിക്കുന്നതാകാം. അങ്ങനെ ഏത് രീതിയിലുള്ള സംരംഭങ്ങളും ആകാവുന്നതാണ്. ഇതിനോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ 2 അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ കൈവശം വന്നു ചേരാനുള്ള യോഗം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിനെ തുടർന്ന് നിലവിലുള്ള കടബാധ്യതകൾ മുഴുവനായിട്ട് നിങ്ങൾ അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ പ്രാപ്തിയുള്ള മറ്റു മാർഗങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നു പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു സോഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ 2025 വർഷം പോകുന്നതിന് മുൻപ് നിലവിൽ ഒരു വീടുണ്ടായിരിക്കെ മറ്റൊരു വീട് പുതുതായി നിങ്ങൾ വയ്ക്കുകയോ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള വസ്തുവകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനും യോഗം വന്നു ചേരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം 2025 വർഷത്തിൻ്റെ തുടക്കത്തിൽ അല്പമൊന്ന് മന്ദീഭവിക്കുമെങ്കിലും ഓരോ സ്റ്റെപ്പായി മുകളിലേക്കെന്നുള്ള രീതിയിൽ രക്ഷപ്പെട്ട് കിട്ടാനാണ് യോഗം കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കന്നിരാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ജോലി, അതായത് കർമ്മമേഖല. ഈ കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് രാശിഫലത്തിൽ കിട്ടിയിരിക്കുന്നത് ചൊവ്വയുടെ ദൃഷ്ടി അത്ര അനുകൂലമല്ലെങ്കിലും ശനിയും വ്യാഴവും നിങ്ങൾക്ക് പരിപൂർണമായി അനുകൂലമാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ 2025 വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യോഗമുണ്ടായിത്തീരും എന്നാണ് കാണുന്നത്. അതായത് നിലവിലൊരു പ്രധാന തൊഴിൽ മേഖലയിൽ നിങ്ങൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായി മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാൻ അവസരങ്ങൾ സംജാതമാകുമെന്നാണ് കാണുന്നത്. ഇത് ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതലുള്ള മേഖലയാകാം. അതായത് ബാങ്കിങ് ഇടപാടുകൾ, ഷെയർ മാർക്കറ്റ്, ചിട്ടി പിരിവുകൾ പോലുള്ള ധനാഗമനം അധികമായി കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് ഇതിന് കൂടുതൽ സാധ്യത കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടിയിലധികമായിരിക്കാനും യോഗം കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ നക്ഷത്രക്കാരിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ തീർച്ചയായും ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ സംജാതമാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ നിങ്ങൾ രൂപകൽപ്പന ചെയ്യാനും അതിൽ നിങ്ങളെക്കൊണ്ടാകുന്നത് പോലുള്ള ഒരു തുക മുതൽ മുടക്കാനും അവസരങ്ങൾ വന്നു ചേരുമെന്നാണ് കാണുന്നത്. മാത്രവുമല്ല, ഈ സ്വദേശത്തോ വിദേശത്തോ വളരെയധികം ആളുകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംരംഭങ്ങളുടെ ഭാഗമായിരിക്കാനോ നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വർഷാവസാനം നിങ്ങളുടെ കർമ്മരംഗം മുൻപെങ്ങും ദൃശ്യമാകാത്ത വിധം വളരെ വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സംജാതമാകാനാണ് യോഗം കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ കന്നിരാശിക്കാർക്ക് ഈ 2025 വർഷം
നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നതെന്നത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ ഗണിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത്രയുമാണ് കന്യരാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ ഈ രാഹുകേതുക്കൾ ദൃഷ്ടി ചെയ്യുന്ന രാശിയെ മുൻനിർത്തി നോക്കുമ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഈ 2025 വർഷം അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് നിങ്ങളിൽ ഈ ചെറുപ്പക്കാർക്ക് അവർ ദീർഘനാളായി മനസ്സിൽ കൊണ്ടുനടന്ന അവരുടെ വിവാഹം അല്ലെങ്കിൽ വിദേശവാസം എന്ന ഒരു സ്വപ്നം ഈ പ്രാവശ്യം അത് പൂവണിയുന്നതാണ്. പ്രത്യേകിച്ചും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദേശ പര്യടനം നടത്താൻ തീർച്ചയായിട്ടും അവസരങ്ങൾ സംജാതമാകും എന്നാണ് കാണുന്നത്. മാത്രവുമല്ല ഈ 2025 വർഷത്തിൻ്റെ പകുതി മുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലാണെങ്കിലും ശരി പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിൻ്റെ അവസാനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന പദ്ധതികളും അതെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും എന്നാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങൾ കന്യരാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള എല്ലാ യോഗ്യതകളും കാണുന്നുണ്ട്. ഇത്രയുമാണ് കന്യരാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർഷഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ശാസ്താ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും. പ്രത്യേകിച്ചും ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ ശാസ്താ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളോ സന്ദർശിച്ച് അവിടെ എള്ളുതിരി വഴിപാടായിട്ട് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ അവിടെ നവഗ്രഹ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നവഗ്രഹ ഹോമമോ ചെയ്യിക്കുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ്. അതിനെ തുടർന്ന് വരുന്ന മാസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളും സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ 2025 കന്യരാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഒരു സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം നടത്തി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ച് നിങ്ങളുടെ ജീവിതയാത്ര ക്രമപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഫലപ്രവചനങ്ങൾ തൃപ്തികരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.